ഹരി ഓം. കൃഷ്ണമന്ദിർ സത്സംഗ സൗദിയിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനവു ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവാം പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. നമ്മൾ ചതുർത്ഥ സ്കന്ധം ആരംഭിക്കാതെ 3 സ്കന്ധം നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 4-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്രീ മൈത്രേയ ഉവാചാം മനോസ്തു ശതരൂപായം ദിഫ്രകന്യാശ്ച ആഗോദേവഹോദിശ്ച പ്രഭൂതിരിതി വിശ്രുതാഹം. 4-ാമത്തെ സ്കന്ധത്തിലെ ഭാഗവതത്തിൻ്റെ വിഷയം വിസർഗമാണ്. 3-ാം സ്കന്ധം മുതലാണ് ആരംഭിക്കുന്നത്. 3-ൽ സർഗം, 4-ൽ വിസർഗം. 3-ൽ സൃഷ്ടിക്രമത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഭഗവാനിൽ നിന്ന് ഇച്ഛയിൽ നിന്ന് മഹത്ത്, അതിൽ നിന്നും അവ്യക്തം, മായ, ത്രിഗുണങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ വിപുലമായ വിഷയങ്ങളെക്കുറിച്ചാണ് സർഗത്തിൽ പറഞ്ഞത്. വിസർഗത്തെ ആകട്ടെ ചരാചരങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുക. ഈ ചരാചരങ്ങളിൽ ഋഷിമാർ, മനുഷ്യർ, ദേവന്മാർ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങളുടെയും സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ വിസർഗം എന്ന ലീലയിൽ പറയുക. എൻ്റെ തുടക്കം തന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്നും ആവിർഭവിച്ച ബ്രഹ്മാവ്, പിന്നെ മനുക്കൾ, പ്രജാപതിമാർ, അവർ എങ്ങനെയാണ് ചരാചര സൃഷ്ടിക്കുള്ള ബാഹ്യമായ ഉപാധികളെ വഹിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചതുർത്ഥ സ്കന്ധത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. മനോസ്തു ശതരൂപായം, മനോഹോത്തു മനുവിന് ആകട്ടെ, ശതരൂപായാം ശതരൂപയിൽ, തിഫ്രഹ കന്യാഹ ച ജഗ്നിരെ 3 കന്യകമാർ ജനിച്ചു. മനോഹോതു ശതരൂപായാം തിഫ്രഹ കന്യാഹ ച ജഗ്നിരെ, മനുവിനാകട്ടെ ശതരൂപയിൽ 3 കന്യകമാർ ജനിച്ചു. ആകൂതിഹി ദേവഹൂതിഹി പ്രസൂതിഹി ഇത് വിശ്രുതാഹ. അവർ വളരെ വിശ്രുതിയുള്ളവരാണ്, കീർത്തി ഉള്ളവരാണ്. ആകൂതി എന്നും ദേവഹൂതി എന്നും പ്രസൂതി എന്നും 3 പേർ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ കർദവന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദേവഹൂതിയെയും അതേപോലെ വൈവസ്വത മനുവിനെയൊക്കെ കണ്ടതാണ്. അതിൽ ദേവഹൂതിയുടെയും മനുവിൻ്റെയും കഥ മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. ഇനി ബാക്കി കഥയിലേക്ക് പറയാൻ പുറപ്പെടുമ്പോൾ ആമുഖമായി തന്നെ സമ്പൂർണമായ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മനുവിന് ശതരൂപയിൽ 3 കന്യകമാരും കൂടി ഉണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് ഉള്ള പ്രസിദ്ധമാണ് ഈ 3 പേരും. ഇത് ഈ മനുപുത്രിമാരുടെ വംശങ്ങളെ പ്രത്യേകം പ്രത്യേകം വർണ്ണിക്കുകയാണ്. ഓരോരുത്തരുടെയും, ആകൂതിയുടേത്, ദേവഹൂതിയുടേത്, പ്രസൂതിയുടേത്. കാരണം ഭഗവാൻ ശ്രീഹരി ഈ വംശത്തിലാണ് യജ്ഞാദികളുടെ മൂർത്തിഭാവമായി അവതരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മനുവംശത്തിൻ്റെ വിസ്താരത്തെ പറയാൻ പുറപ്പെട്ടത്.
മനുവിന് ശതരൂപയിൽ ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് ഏറ്റവും പ്രസിദ്ധരായ 3 കന്യകമാരും ഇനി പറയാൻ പോകുന്ന പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരുമാണ് ഉണ്ടായത്. 5 പേരുടെ കഥ. ഉത്താനപാദന്റെയും പ്രിയവ്രതന്റെയും, പ്രിയവ്രതൻ ജ്യേഷ്ഠൻ, ഉത്താനപാദൻ അനുജൻ. 3 കന്യകമാർ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ. ഈ 2 പുത്രന്മാരും ആണ് അദ്ദേഹത്തിന് പ്രസിദ്ധരായത്. അല്ലാത്ത പുത്രന്മാർ ഉണ്ടാവാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനോഹത്തു എന്ന് ഒരവ്യയം, പിന്നെ ച എന്ന് പറയുന്ന ഒരു സമുച്ചയം. ഇതൊക്കെ കൊണ്ട് മനുവിന് ഇതല്ലാതെ കണ്ട് വേറെ പത്നിമാരും പുത്രന്മാരും ഉണ്ടായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സൂചനയാണ് 2 അവ്യയങ്ങൾ നമുക്ക് തരുന്നത്. മനോസ്തു ശതരൂപായം തിഫ്രക്കന്യശ്ചരിക്കിരേ ആഗോദദേവഹോദിശ്ച പ്രസൂതിരിതി വിശ്രുതാഹം. മനോഹത്തു ശതരൂപായാം ആകൂതിഃ ദേവഹൂതിഃ പ്രസൂതിഃ ഇതി വിശ്രുതാഃ കന്യാഃ തിസ്രഃ കന്യാഃ ച ജഗ്നിരേ. മനോസ്തു ശതരൂപായം തിസ്രക്കന്യശ്ച ജഗ്നിരേ ആകൂതദ്ദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുതാഃ. മനോസ്തു ശതരൂപായം തിസ്രക്കന്യശ്ച ജഗ്നിരേ ആകൂതദ്ദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുതാഹം. ആകൂതിം രുചേ പ്രാദാത് അഭിഭ്രാതൃമതീം നൃപാം പുത്രികാധർമ്മമാശ്രിത്യ ശതരൂപ അനുമോദിതാം. അതിൽ ആകൂതി എന്ന മൂത്ത മകളെ രുചി എന്ന പ്രജാപതിക്കായിക്കൊണ്ട് പ്രാദാത് കൊടുത്തു, ദാനം ചെയ്തു. ആകൂതിം രുചയെ പ്രാദാത് അപി ഭ്രാതൃമതീം നൃപഃ. നൃപൻ ഭ്രാതൃമതി ആണ് എങ്കിൽ പോലും കൊടുത്തു എന്നാണ്. ആദിരാജാവായ മനു ആകൂതി എന്ന പുത്രിയെ ഭ്രാതൃമതി ആയിരിക്കെ, സഹോദരൻ ഉണ്ടായിരിക്കെ, ആകൂതിയെ ഭ്രാതൃമതി എന്ന് വിളിച്ചത് ഭ്രാതാവ് ഉള്ളവൾ എന്നർത്ഥത്തിലാണ്. സഹോദരൻ ഉള്ളവൾ എന്നർത്ഥം. 2 സഹോദരന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ആകൂതിക്ക് 2 സഹോദരന്മാരുണ്ടായിട്ട് പോലും ഭ്രാതൃമതീം നൃപഃ ആകൂതിം രുചയെ പ്രാദ. എന്തിനു വേണ്ടി? പുത്രികാധർമ്മമാശ്രിത്യ. പുത്രികാധർമ്മത്തെ ആശ്രയിച്ചിട്ട് ശതരൂപ അനുമോദിത, ശതരൂപയാൽ അനുമോദിക്കപ്പെട്ടിട്ടു. ഈ 2 കാരണം കൊണ്ടാണ്. ആകൂതിക്ക് സഹോദരന്മാർ ഇല്ല എന്നാണെങ്കിൽ ഈ രാജാവിന് മകളെ ഈ രുചിക്കോ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥ വയ്ക്കാം, ഇവൾക്കുണ്ടാകുന്ന ആദ്യത്തെ പുത്രനെ എനിക്ക് നൽകണം എന്ന്. അങ്ങനെ പുത്രനെ തിരിച്ചു തരണം. കാരണം പുത്രനില്ലല്ലോ, 3 പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ആൺമക്കൾ ആരുമില്ല എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മകളെ കൊടുക്കുമ്പോൾ ഈ മകളിലുണ്ടാകുന്ന ഒരു പുത്രനെ, ആദ്യത്തെ പുത്രനെ എനിക്ക് ദാനമായി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുത്രിയെ കൊടുക്കുന്നതിൻ്റെ പേരാണ് പുത്രികാധർമ്മം എന്ന്. അതൊരു പ്രത്യേക ധർമ്മ വ്യവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സഹോദരന്മാരുണ്ടായിട്ട് പോലും പുത്രികാധർമ്മം ആശ്രയിച്ചിട്ടാണ്. 2 സഹോദരന്മാരുണ്ടായിട്ട് പോലും ഇവളുണ്ടാകുന്ന പുത്രനെ നൽകണം എന്നുള്ള ആ പുത്രികാധർമ്മത്തെ ആശ്രയിച്ചിട്ടു തന്നെയല്ല, ശതരൂപ അനുമോദിക്കും, ശരി അങ്ങ് തന്നെ വേണം എന്ന്. ഈ 2 കാരണം കൊണ്ടാണ് പുത്രികാധർമ്മത്തെ ആശ്രയിച്ചിട്ട് ആകൂതിയെ രുചിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന്. ഇങ്ങനെയുള്ള കഥകളിലേക്ക് ഇതിൻ്റെ ഒരു സാരാംശത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുവിന് പുത്രന്മാരില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ എന്നാണ്. പക്ഷെ പ്രിയവ്രതനും ഉത്താനപാദനും എന്ന 2 പുത്രന്മാരുണ്ടായിട്ട് പോലും അങ്ങനെ ചെയ്തത്
ആകുതിയിൽ ഭഗവാൻ അവതരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവാം. ഭഗവത് സംഘം തനിക്കും കിട്ടണം. ആകൂതിയിൽ ഭഗവാൻ അവതരിച്ച് ആൽ രുചിയുടെ വീട്ടിലാണ്, തനിക്ക് കിട്ടില്ല. ആ ഭഗവത് സാന്നിധ്യം തൻ്റെ ഗൃഹത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചാകാം ആ പുത്രനെ, ഭഗവാനായി അവതരിക്കുന്ന യജ്ഞപുരുഷനെ എനിക്ക് ഇങ്ങോട്ട് കൂടി ദാനമായി തരണം എന്നാവശ്യപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം, അത്രേ ഉള്ളൂ. തന്നെയല്ല, ധർമ്മപത്നിയായ ശതരൂപ അതിനെ അനുമോദിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിലെ തു എന്ന ശബ്ദം ഈ സംഗതി മനുവിനാകട്ടെ എന്ന ആ ഒരു വിശേഷണം കൂടി ഇവിടെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ആഗോതിം രുചയെ പ്രാതാത് അഭിഭ്രാതുമതിം നൃപാം പുത്രിയാ ധർമ്മമാശ്രിത്യ ശതരൂപാനുമോദിതാം. ഭ്രാതൃമതിം അപി ശതരൂപ അനുമോദിതഃ നൃപഃ പുത്രികാധർമ്മം ആശ്രിത്യ ആഗോതിം രുചയെ പ്രാതാത്. ആഗോതിം രുചയെ പ്രാതാത് അഭിഭ്രാതുമതീം നൃപാം പുത്രികാധർമ്മമാശ്രിത്യ ശതരൂപ അനുമോദിതാം. ആഗോതിം രുചയെ പ്രാതാത് അഭിഭ്രാതുമതീം നൃപാം പുത്രികാധർമ്മമാശ്രിത്യ ശതരൂപ അനുമോദിതാം. പ്രജാപതിഃ ഭഗവൻ രുചിസ്തഫ്യാമജീജനം മിഥുനം ബ്രഹ്മവർച്ചസ്വീ പരമേണ സമാധിനാം. പ്രജാപതി ഭഗവാൻ, പ്രജാപതിയായ ആ ഭഗവാൻ, ഭഗവാൻ രുചി തഫ്യാം അജീജനത്, പ്രജാപതിയായ രുചി തഫ്യാം അവളിൽ ഭഗവാൻ അജീജനത് ഭഗവത് ഭക്തനായതുകൊണ്ടും ആധ്യാത്മിക വിചാരത്തിൽ മുമ്പിൽ നിൽക്കുന്നവനായതുകൊണ്ടും തേജസ്വിയായ രുചി എന്ന പ്രജാപതിക്ക് ഭഗവാൻ പുത്രനായി നേരിട്ട് അവതരിക്കാൻ നിശ്ചയിച്ചു. അജീജനത് ജനിപ്പിച്ചു. ഒരാളല്ല, മിഥുനം, രണ്ടുപേരെ കിട്ടി, ഒരാണും ഒരു പെണ്ണും കിട്ടി. ബ്രഹ്മവർച്ചസ്വീ, വേദ അധ്യയനം കൊണ്ട് ബ്രഹ്മവർച്ചസ് ആയതുകൊണ്ട് പരമേണ സമാധിന, പരമമായ സമാധി കൊണ്ടും ആ ഭഗവാൻ ഈ പ്രജാപതിയിൽ രുചി ഒരു പുത്രനെയും ഒരു പുത്രിയെയും ജനിപ്പിച്ചു. ഭഗവാൻ ശ്രീനാരായണമൂർത്തി ഇദ്ദേഹത്തിൻ്റെ സമാധ്യവസ്ഥയിൽ, സമാധിയോഗത്തിൽ, ഹൃദയത്തിൽ ഒരു ചെറിയ അണുപ്രായത്തിൽ കടന്നുകൂടി ആ ഹൃദയത്തിൽ നിന്നും രേതസിലൂടെ സ്വന്തം പത്നിയായ ആകൂതിയിൽ പ്രവേശിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു സ്ത്രീ സന്താനത്തെയും ഒരു പുരുഷ രണ്ടുപേരെയും കിട്ടി. രുചിയുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ആദ്യം അവതരിച്ചത്. അത് ആകൂതിയുടെ ഗർഭത്തിലേക്ക്, രേതസിലേക്ക് കൂടിച്ചേർന്നപ്പോൾ ഒരാണും ഒരു പെണ്ണും ഉണ്ടാവാൻ തീരുമാനിച്ചു. കൊണ്ടാണ് മിഥുനം സമപദ്യത, പരമമായ സമാധി കൊണ്ട് ഒരു മിഥുനത്തെ, ഒരു മകനെയും ഒരു മകളെയും ലഭിച്ചു ആകൂതിക്കും രുചിക്കും കൂടി. പ്രജാപതി ഭഗവാൻ രുചിസ്തഫ്യാമജീജനൻ മിഥുനം ബ്രഹ്മവർച്ചസ്വീ പരമേണ സമാധിനാം. ഭഗവാൻ ബ്രഹ്മവർച്ചസ്വീ രുചി പ്രജാപതി പരമേണ സമാധിനാം തഫ്യാം മിഥുനം അജീജന. പ്രജാപതി ഭഗവൻ രുചിസ്തഫ്യാമജീജനത് മിഥുനം ബ്രഹ്മവർച്ചസ്വീ പരമേണ സമാധിനാം. പ്രജാപതി ഭഗവൻ രുചിസ്തഫ്യാമജീജനത് മിഥുനം ബ്രഹ്മവർച്ചസ്വീ പരമേണ സമാധിനാം. യസ്തയോ പുരുഷ സാക്ഷാത് വിഷ്ണുര്യജ്ഞസ്വരൂപദൃക് യാ സ്ത്രീ സാ ദക്ഷിണ ഭൂതേ അംശഭൂതാനപായിനി. യഹ, യാതൊരുവൻ, തയോ പുരുഷ,
ആ രണ്ടുപേരിൽ വെച്ച് പുരുഷൻ ആൺപ്രജ ആരായിരുന്നുവോ സാക്ഷാത് വിഷ്ണുവാണ്. യജ്ഞസ്വരൂപഥക്, യജ്ഞസ്വരൂപത്തെ ധരിച്ച് യജ്ഞമൂർത്തിയായി ഭഗവാൻ ഈ രുചിയിലും ആകൂതിയിലും കൂടി അവതരിച്ചു. യഹ തയോഹു പുരുഷ, യസ് തയോ പുരുഷ, രണ്ടുപേരിൽ വെച്ച് പുരുഷൻ ആണ് ആരാണോ അയാൾ സാക്ഷാത് വിഷ്ണു, വിഷ്ണു തന്നെയാണ്. വിഷ്ണു യജ്ഞസ്വരൂപഥക്, യജ്ഞസ്വരൂപത്തെ ധരിച്ച് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. യാ സ്ത്രീ, പെൺകുട്ടിയാവട്ടെ, ഫ ദക്ഷിണ, അവൾ ദക്ഷിണ എന്ന പേരാണ്. മറ്റേ യജ്ഞമൂർത്തി, ഇത് ദക്ഷിണ. ഭൂതേഹേ അംശഭൂതം, ഭൂതി എന്ന വാക്കിനർത്ഥം ഐശ്വര്യം എന്നാണ്. ഭൂതേഹേ ഐശ്വര്യത്തിൻ്റെ, രാമായണ മാസമായിട്ട് ഈ വാക്ക് പരിചയമാണ്. ഭൂതി പരിപൂർണമായുള്ള ലങ്കയും ഭൂതി പരിപൂർണമായി വന്നത് അത്യത്ഭുതം എന്ന് ലങ്കാദഹനത്തിൽ വർണ്ണിക്കും. ഭൂതി പരിപൂർണമായ ലങ്ക, ഐശ്വര്യം കൊണ്ട് പരിപൂർണമായ ലങ്ക, ഭൂതി പരിപൂർണമായി, രണ്ടാമത്തെ ഭൂതിക്ക് ചാരം എന്നർത്ഥം. ഐശ്വര്യസമർത്ഥമായ ലങ്ക ചാരം കൊണ്ട് നിറഞ്ഞതായി തീർന്നു ലങ്കാദഹനം കഴിഞ്ഞപ്പോൾ. ഇതാണ് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ വാക്കിൻ്റെ രണ്ടർത്ഥവും അദ്ദേഹം ഭംഗിയായിട്ട് അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂതേഹേ ഐശ്വര്യത്തിൻ്റെ, ഐശ്വര്യദേവത ആരാണ്? ലക്ഷ്മി. ലക്ഷ്മി ആരാണ്? സാക്ഷാൽ ഭഗവാന്റെ പത്നി. ആ ലക്ഷ്മിയുടെ അംശഭൂത, അംശമായി ജനിച്ചവളാണ്. അനപായിനി, ഒരിക്കലും പിരിയാതിരിക്കുന്നവളാണ്. അപായം എന്ന് വെച്ചാൽ വേർപാട്. അപ അയതേ ഇതി അപായം എന്നാണ് വഴിവാക്കിൽ ട്രാൻസ്ഫോമറിൽ എഴുതി വച്ചിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇതിലേക്ക് തൊട്ടാൽ വേർപാടുണ്ടാകും എന്നർത്ഥം. അപായം, അപ അയതേ ഇതി അപായ. അനപായം, വേർപിരിവ് ഉണ്ടാവാതിരിക്കും. ലക്ഷ്മിയും ഭഗവാനുമായി എപ്പോഴും കൂടിച്ചേർന്നിരിക്കുള്ളൂ. അനപായിനിയായ ആ ലക്ഷ്മിയുടെ അംശമായിട്ടാണ് ദക്ഷിണ അവതരിച്ചത്. അപ്പം ഭഗവാൻ രണ്ടുപേരും കൂടിയാണ്, ഭഗവാനും ലക്ഷ്മി ഭഗവതിയും കൂടിയാണ് ഈ രുചിയിലും ആകൂതിയിലും പുത്രനും പുത്രിയുമായി അവതരിച്ചത്. പുത്രൻ്റെ പേര് യജ്ഞമൂർത്തി എന്നും പുത്രിയുടെ പേര് ദക്ഷിണ എന്നുമാണ്. ഇങ്ങനെ രണ്ടുപേരായിട്ട് അവതരിച്ചു. ഇത് രണ്ടും സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. യസ്തയോ പുരുഷ സാക്ഷാത് വിഷ്ണുര്യജ്ഞസ്വരൂപധൃക്, യാ സ്ത്രീ ഫാ ദക്ഷിണാഭൂതേ അംശഭൂതാനപായിനി. തയോ പുരുഷ യജ്ഞസ്വരൂപധൃക് സാക്ഷാത് വിഷ്ണു, യാ സ്ത്രീ ഫാ അനപായിനി ഭൂതേ അംശഭൂത. യസ്തയോ പുരുഷ സാക്ഷാത് വിഷ്ണുര്യജ്ഞസ്വരൂപധൃക്, യാ സ്ത്രീ ഫാ ദക്ഷിണാ ഭൂതേ അംശഭൂതാനപായിനി. യസ്തയോ പുരുഷ സാക്ഷാത് വിഷ്ണുര്യജ്ഞസ്വരൂപധൃക്, യാ സ്ത്രീ ഫാ ദക്ഷിണാ ഭൂതേ അംശഭൂതാനപായിനി. ആനിന്നേ സ്വഗൃഹം പുത്ര്യാ പുത്രം വിതതരോചിഷം, സ്വായംഭുവോ മുദാ യുക്തോ രുചിർജഗ്രാഹ ദക്ഷിണാം. ആനിന്നേ നയിച്ചു, സ്വഗൃഹം സ്വന്തം ഗൃഹത്തിലേക്ക്, പുത്രിയാഹ പുത്രം പുത്രിയുടെ പുത്രനെ സ്വന്തം ഗൃഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. വിതതരോചിഷം, വിസ്തൃതമായ കാന്തിയോടുകൂടിയ, വിതതമായ രോജിഫോട് കൂടിയ, വിതതരോചിഷം പുത്രം, പുത്രിയാഹ പുത്രം, ആകൂതിയുടെ പുത്രനെ, സ്വഗൃഹം ആനിന്നെ, രുചി തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. സ്വായംഭുവോ മുദായുക്തോ, സ്വായംഭുവ മനു സന്തോഷത്തോടു കൂടി ചേർന്നവനായി. രുചി ജഗ്രാഹ ദക്ഷിണ, രുചി ദക്ഷിണയെ ജഗ്രാഹ സ്വീകരിച്ചു എന്നർത്ഥം. ഇവിടെ ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അപകടമാണ്, അപായമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. കാരണം
എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്ന കാന്തിയോട് കൂടിയ പുത്രിയുടെ പുത്രനെ ബ്രഹ്മപുത്രനായ മനു സ്വന്തം രാജധാനിലേക്ക് കൊണ്ടുവന്നു. വൈവസ്വതവനും തൻ്റെ സങ്കല്പപ്രകാരം ഭഗവാൻ പുത്രിയിൽ അവതരിക്കുകയും തനിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് മനുവിന് വലിയ സന്തോഷമുണ്ടായി. പുത്രനെ മാത്രമേ കൊണ്ടുവരാൻ വിവാഹ സമയത്ത് നിശ്ചയം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദക്ഷിണയെ രുചിപ്രജാപതി തൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ആനിന്നെ സ്വഗൃഹം പുത്ര്യാ പുത്രം വിതതരോജിഷം സ്വായംഭുവോ മുദായുക്തോ രുചിർജഗ്രാഹ ദക്ഷിണാം വിതതരോജിഷം പുത്ര്യാഹ പുത്രം സ്വായംഭുവ മുദായുക്തഃ സ്വഗൃഹം ആനിന്യേ ദക്ഷിണാം രുചി ജഗ്രാഹ. ആനിന്യേ സ്വഗൃഹം പുത്ര്യാ പുത്രം വിതതരോജിഷം സ്വായംഭുവോ മുദായുക്തോ രുചിർജഗ്രാഹ ദക്ഷിണാം. ആനിന്യേ സ്വഗൃഹം പുത്ര്യാ പുത്രം വിതതരോജിഷം സ്വായംഭുവോ മുദായുക്തോ രുചിർജഗ്രാഹ ദക്ഷിണാം. താം കാമയാനാം ഭഗവാനുവാഹ യജുഷം പതിം തുഷ്ടായാം തോഷമാപന്നോ അജനെ ദ്വാദശം ആത്മജാൻ. താം കാമയാനാം അവളെ, കാമയാനാം താം കാമിച്ചവളായ അവളെ ഭഗവാൻ ഉവാഹ ഭഗവാൻ വിവാഹം കഴിച്ചു. യജുഷാംപതി യജ്ഞപതിയായ ഭഗവാൻ, എല്ലാ യജ്ഞങ്ങളിലെയും പതിയായിരിക്കുന്ന ഭഗവാൻ കാമയമാനയായ അവളെ വിവാഹം കഴിച്ചു എന്നർത്ഥം. തുഷ്ടായാം തോഷമാവന്നോ വളരെ സന്തുഷ്ടയായി സന്തോഷത്തെ പ്രാപിച്ചവനായ അവൻ ജനിപ്പിച്ചു. ദ്വാദശ ആത്മജാൻ 12 പുത്രന്മാരെ അവൾ ജനിച്ചു. സർവവിധ യജ്ഞങ്ങൾക്കും മന്ത്രങ്ങൾക്കുമൊക്കെ ഫലം കൊടുത്ത് രക്ഷിക്കുന്ന ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ ദക്ഷിണാദേവി തന്നെ കാക്ഷിച്ചു. യജ്ഞമൂർത്തിയായി ഭഗവാൻ അവതരിച്ചു, സഹോദരിയായി ദക്ഷിണയും. പക്ഷേ ഇത് ഭഗവാന്റെ പത്നിയാണ്. അതുകൊണ്ട് യജ്ഞസ്വരൂപത്തിൽ അവതരിച്ച മകനും മകളും തമ്മിൽ വിവാഹം കഴിച്ചു. ഇത് ഒരിക്കലും നടക്കാത്തതാണെന്നാണ്. ഒരു മാതാപിതാക്കളുടെ മകനും മകളും തമ്മിൽ വിവാഹം കഴിക്കുക. ഇതിൻ്റെ ഒരു കാരണം ഇവർ രണ്ടുപേരും ആരാണ്? സാക്ഷാൽ ഭഗവാനും ലക്ഷ്മിയുമാണ്. അവർ എന്നേ വിവാഹിതരാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ അവതാരമായ ദക്ഷിണാദേവി ഈ ഭഗവാനായ യജ്ഞമൂർത്തിയെ തന്നെ ആഗ്രഹിച്ചു. അപ്പോൾ സ്വപ്രിയനായ ശ്രീഹരി തനിക്ക് ചേർന്നതാണെന്ന് കരുതി സന്തോഷത്തോടെ ആ ദക്ഷിണാദേവിയിൽ സ്വപത്നിയായ ലക്ഷ്മി ദേവിയെ ചേർത്തുകൊണ്ട് സന്തുഷ്ടനായ യജ്ഞമൂർത്തി 12 പുത്രന്മാരെ അവൾ ജനിപ്പിച്ചു. ഏക മാതാപിതാക്കന്മാരുടെ പുത്രനും പുത്രിയുമായ ഇവർ ഭാര്യാഭർത്താക്കന്മാരായി എന്നുള്ളത് ഒരു ലോകാപവാദം ആവില്ലേ എന്ന് ആശങ്കിക്കാം. ഈശ്വര അംശസംഭവന്മാരായ ഇവർക്ക് ഇങ്ങനെ ആരോപണത്തിന് അവകാശം ഇല്ല. നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആരോപണം ഉണ്ടാകുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ആരോപണം അപ്രസക്തമാണ്. അങ്ങനെ മഹാന്മാരെക്കുറിച്ച് ആരോപണം ചെയ്യരുത് എന്നാണ്. അഗ്നിക്ക് അമൃതും വിഷവും ഒരുപോലെയാണ്. അഗ്നിയിലേക്ക് അമൃത് ഒഴിച്ചാലും വിഷം ഒഴിച്ചാലും അഗ്നിക്ക് ഒരു ദോഷമില്ല, ഒരുപോലെയാണ്. നമ്മൾ അമൃത് കഴിക്കുന്നവരെ വിഷം കഴിച്ചാലോ അപകടമാണ്. അപ്പം നമുക്ക് വിഷം കഴിക്കാൻ പറ്റില്ല. അഗ്നിക്ക് രണ്ടും ഒരുപോലെ സ്വീകരിക്കാം. ഇതുപോലെയാണ് ഭഗവാന്. നമ്മളുടെ മക്കൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ നമ്മൾക്കത് യോജിക്കില്ല. അത് നമ്മളുടേതായ ലൗകിക ജീവിതത്തിൻ്റെ സംസ്കാരത്തിൽ
ഉണ്ടാക്കി വെച്ച നിയമസംഹിത. ഇത് ഭഗവാനെ പോലെയുള്ള മഹാത്മാക്കളെ ബാധിക്കില്ല. അതിനാണ് ഉദാഹരണം പറഞ്ഞത്, അഗ്നിക്ക് അമൃതും വിഷവും തുല്യമാണ്. രണ്ടിനും അപകടവും ഉണ്ടാവില്ല. നമ്മൾ പക്ഷേ എന്താണ്, അമൃത് കഴിക്കുന്ന പോലെ വിഷം കഴിക്കാൻ പുറപ്പെട്ടാൽ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് ഈ സഹോദര ബന്ധം ഭഗവാനും ലക്ഷ്മിയും സംബന്ധിച്ച് അപകടമല്ല, ആപത്തല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. താം കാമയാനം ഭഗവാൻ ഉവാഹയുഷംപതി തുഷ്ടായം ദോഷമാപന്നോ അജനയത് ദ്വാദശാത്മജാൻ. താം കാമയാനം ഭഗവാൻ ഉവാഹയുഷംപതി തുഷ്ടായം ദോഷമാപന്നോ അജനയത് ദ്വാദശാത്മജൻ. താം കാമയാനം ഭഗവാൻ ഉവാഹയുഷംപതി തുഷ്ടായം ദോഷമാപന്നോ അജനയത് ദ്വാദശാത്മജാൻ. ദോഷപ്രദോഷസന്തോഷോ ഭദ്രശാന്തിരിടസ്പതി ഇത്മകവിർവിഭുർഫന്ന സുദേവോ രോചനോ ദ്വിഷട്ട്. ദ്വിഷട്ട് എന്ന് വെച്ചാൽ 6 2 12, ഷട്ട് 6, ദ്വിഷട്ട് 2 6 എന്ന് വെച്ചാൽ എത്ര? 6 12. ഈ 12 പേരുടെ പേര് നിന്നിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവരുടെ പേരാണിത്: തോഷൻ, പ്രദോഷൻ, സന്തോഷൻ. നല്ല 3 പേര്: തോഷൻ, പ്രദോഷൻ, സന്തോഷൻ. ഉപസർഗം ചേർത്താൽ മതി, എത്ര പിള്ളേരുണ്ടെങ്കിലും പേരിടാം. 21 ഉപസർഗമുണ്ട്. അപ്പോൾ അത്രയും പേര്, ഒരു പേര് തന്നെ മതി ഉപസർഗം ചേർത്ത് വരെ സെപ്പറേറ്റ് ചെയ്യാം. 3 പേരങ്ങനെ. പിന്നെ ഒരാൾ ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇത്മൻ, കവി, വിഭു, ഫൊന്നൻ, സുദേവൻ, രോചനൻ എന്ന് 12 പേര്. ദോഷപ്രദോഷ സന്തോഷോ ഭദ്രശാന്തിരിടസ്പതി ഇത്മ കവിർ വിഭുഫന്ന സുദേവോ രോചനോ ദ്വിഷട്ട്. ഇത് പ്രത്യേകിച്ച് അന്വയം എഴുതാനില്ല, ഇല്ല, ഇത് തന്നെയാണ് അന്വയം. ദോഷപ്രദോഷ സന്തോഷോ ഭദ്രശാന്തിരിടസ്പതി ഇത്മ കവിർ വിഭുഫന്ന സുദേവോ രോചനോ ദ്വിഷട്ട്. തുഷിതാനാമതേ ദേവാം ആസൻ സ്വായംഭുവേന്ദരേ മരീചിമിശ്രാർഷയോ യജ്ഞ സുരഗണേശ്വരം. തുഷിതാനാമത്തെ ദേവ. ഈ 12 പേർക്കും തുഷിതന്മാർ എന്നൊരു പേരുണ്ട്. തുഷിതാനാമ, ദേവന്മാരുടെ സംഘങ്ങൾക്ക് കൊടുക്കുന്ന പേരിൽ ഒന്നാണ് തുഷിതന്മാർ. ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഇതൊക്കെ ഓരോ സംഘങ്ങളാണ്. ഗന്ധർവന്മാർ ഒരു കൂട്ടമാണ്, സിദ്ധന്മാർ ഒരു കൂട്ടമാണ്. അതേപോലെ ഒരു കൂട്ടമാണ് തുഷിതന്മാർ. ഈ 12 പേരെയാണ് തുഷിതന്മാർ എന്ന് വിളിക്കുന്നത്. തുഷിത നാമ തേ, അവർ ദേവാഹാസൻ, അവർ ദേവന്മാരായിരുന്നു. ഭഗവാനിൽ നിന്നും അവതരിച്ചവരാണിവർ. അതുകൊണ്ട് ഇവർ ദേവന്മാർ തന്നെ ആയിട്ട് സ്വായംഭുവേ അന്തരേ, സ്വായംഭുവന്റെ കാലത്ത്, അന്തരം കാലം, സ്വായംഭുവേ അന്തരേ, സ്വായംഭുവന്റെ കാലത്ത്, സ്വായംഭുവ മനുവിൻ്റെ കാലത്ത് ഇവർ തുഷിതാസന്മാർ എന്ന പേരുള്ള ദേവന്മാരായിട്ട് ആയിരുന്നു അന്ന്. മരീചിമിശ്രാർഷയോ യജ്ഞ സുരഗണേശ്വരാം. മരീചി മുതലായ ഋഷിമാർ, ദേവവർഗാധിപന്മാർ, യജ്ഞൻ എന്നുള്ളവരും ഇവരിൽ നിന്നും ഭവിച്ചവരാണ്. ഭഗവാന്റെ അവതാരമാണ് ഈ സ്വയംഭുവ മനുവിൻ്റെ അംഗങ്ങളെല്ലാം തികഞ്ഞതാണ് എന്ന് കാണിക്കാൻ പുറപ്പെടുകയാണ്. ഒരു മന്വന്തരം എന്ന് പറയുന്നത് കാലത്തിൻ്റെ 6 വിധക്കാരുണ്ടായിരിക്കണം എന്നാണ് മന്വന്തരത്തിൻ്റെ വ്യവസ്ഥ. മനു വേണം ഒരു മന്വന്തരത്തിൽ, ദേവന്മാർ വേണം, മനുപുത്രന്മാർ വേണം, ദേവേന്ദ്രൻ വേണം, ഋഷിമാർ വേണം, ഒരവതാരം ഉണ്ടാവണം. ഈ 6 ഘടകങ്ങൾ ഒത്തുചേർന്നെങ്കിലേ മന്വന്തരം എന്ന് വിളിക്കാൻ പറ്റും. 14 മന്വന്തരത്തിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. 14 മന്വന്തരത്തിലും മനുക്കൾ വെവ്വേറെയാണ്, ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഈ 14 മന്വന്തരങ്ങളിലും ഇന്ദ്രൻ ഓരോരുത്തരാണ്. ഈ 14 മന്വന്തരത്തിലും
ഋഷിമാർ വെവ്വേറെയാണ്. സപ്തർഷിമാർ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഭഗവാൻ അവതരിക്കുന്നതും ഓരോന്നായിട്ടാണ്. ഈ 6 ഘടകങ്ങൾ ഒത്തുചേർന്നതിൻ്റെ പേരാണ് മന്വന്തരം എന്ന് പേര് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ അവതാരമായ ഈ സ്വയംഭുവ മനുവിൻ്റെ 6 ഘടകങ്ങളും ഒത്തിണങ്ങി എന്നിവിടെ കാണിക്കലാണ് ഈ മന്വന്തരത്തിൻ്റെ കാലഗണ്യായ മന്വന്തരത്തിൻ്റെ ശാസ്ത്ര ദൃഷ്ടാന്തം. ഈ കാലത്തെ പരിപാലിക്കുന്നതാണ് അന്നത്തെ മനു. ലോകത്തില് ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ ഏകാധിപത്യം അല്ലായിരുന്നു എന്ന് ഇതൊരു വലിയ തെളിവാണ്. നമ്മൾ പറയും പണ്ടായിരുന്നു ഏകാധിപത്യം. ഈ 6 പേര് കൂടി ചേർന്നെങ്കിലേ രാജ്യഭരണം നടക്കും. ഒരു മന്വന്തരത്തിൽ ഈ 6 പേര് വേണം. എന്താണ്? മനുക്കൾ വേണം, ദേവന്മാർ വേണം, മനുവിൻ്റെ പുത്രന്മാർ വേണം, ദേവേന്ദ്രൻ വേണം, ഋഷിമാർ വേണം, ഒരവതാരം വേണം. ഈ 6 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഭരണം നടക്കുക. ഒരാൾ ഒറ്റയ്ക്കല്ല രാജ്യം ഭരിച്ചത്. ഏകാധിപത്യം എന്നൊരു വ്യവസ്ഥ അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ശ്ലോകം തന്നെ. ഇതാരും അറിയാറില്ലെന്ന് മാത്രം. ഏകശാസനമാണ്. അത് ഏകാധിപത്യം ക്ഷേമകരമല്ല എന്ന് അന്ന് തന്നെ ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഏകാധിപത്യത്തിൻ്റെ ദോഷഫലങ്ങൾ ആദ്യം മുതൽ തന്നെ ഇവരെ കണ്ടറിഞ്ഞ് നിശ്ചയിച്ചിട്ട് ഏകശാസനം ആകുന്നതിനേക്കാൾ നല്ലത് സ്വയംഭുവ മന്വന്തര അധിപന്മാരെ 12 പേരെ തുഷിതന്മാരെന്ന് പ്രസിദ്ധരായ ദേവന്മാരായിട്ട് ഭവിച്ചു. മരീചി മുതലായ സപ്തർഷിമാരുണ്ടായി. യജ്ഞൻ എന്ന ദേവേന്ദ്രനുണ്ടായി. സ്വയംഭുവനു എന്ന മനു ഉണ്ടായി. തുഷിതന്മാർ, ദേവന്മാർ, യജ്ഞൻ, ദേവേന്ദ്രൻ, അതുപോലെ മരീച്യാദികൾ, ഋഷിമാർ, പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 പുത്രന്മാർ, ഇങ്ങനെ മന്വന്തര പരിവാരങ്ങളെല്ലാം തികഞ്ഞതുകൊണ്ട് ഇത് ഒരു ഏകാധിപത്യമാണ് എന്ന് പറയാൻ ആവില്ല. ബഹ്വാധിപത്യമാണ്. പലര് കൂടി ചേർന്ന് രാജ്യഭരണം നിർവഹിക്കുന്ന ഒരു സമ്പ്രദായം അന്നേ ഉണ്ടായിരുന്നു എന്ന് ഈ മന്വന്തരത്തിലെ 6 വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുഷിതാനാമതേ ദേവാം ആസൻ സ്വയംഭുവേന്ദരേ മരീചിമിശ്രാർഷയോ യജ്ഞഫുരഗണേശ്വരം. സ്വയംഭുവേ അന്തരേ തേ തുഷിതാനാമദേവാः ആസൻ മരീചിമിശ്രാः ഋഷയः ഫുരഗണേശ്വരः യജ്ഞഃ. തുഷിതാനാമതേ ദേവാം ആസൻ സ്വയംഭുവേന്ദരേ മരീചിമിശ്രാർഷയോ യജ്ഞഫുരഗണേശ്വരം. തുഷിതാനാമതേ ദേവാം ആസൻ സ്വയംഭുവേന്ദരേ മരീചിമിശ്രാർഷയോ യജ്ഞഫുരഗണേശ്വരം. പ്രിയവ്രതോത്താനപാദൗ മനുപുത്രൗ മഹൗജസൗ തത്പുത്രപൗത്രനത്രൂണാം അനുവൃത്തം തദനന്തരം. പ്രിയവ്രത ഉത്താനപാദൗ 2 പേർ, മനുപുത്രവും സ്വയംഭുവനുവിൻ്റെ 2 പുത്രന്മാരാണ് പ്രിയവ്രതൻ, ഉത്താനപാദൻ. ഇവർ മഹൗജസ, വലിയ ഓജസ്സുള്ളവരാണ്, വലിയ ശക്തിയും ബലവും ഉള്ളവരാണ്. തത്പുത്ര, അവരുടെ പുത്രന്മാർ, ഉത്താനപാദൻ്റെയും പ്രിയവ്രതൻ്റെയും പുത്രന്മാർ. പൗത്രന്മാർ, പുത്രൻ്റെ പുത്രന്മാർ, അവരുടെ പുത്രന്മാർ നപ്തൃക്കൾ. നപ്തൃ, പുത്രൻ്റെ 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 പേരാണ് നപ്താവ്. നപ്തൃ, നത്രൂണാം, ഈ 3 തലമുറകളിലെ അനുവൃത്തം തദനന്തരം. ഇവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ സന്താന പരമ്പരകളുടെ അനുവൃത്തവും പറയാൻ പോവാണ്. ഇവിടെ ഇത്രയും വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 2 പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന മനുവിൻ്റെ 2 പുത്രന്മാരും അവരുടെ പുത്രന്മാർ, അവരുടെ പുത്രന്മാർ, അവരുടെ പുത്രന്മാർ എന്നിങ്ങനെ സ്വയംഭുവ മന്വന്തരത്തിൻ്റെ ഭഗവത്ത ധർമ്മങ്ങളും വിസ്തരിച്ച് ഉപന്യസിക്കാൻ പോവാണ്.
പ്രിയവ്രതോത്ഥാനപാദൗ മനുപുത്രൗ മഹോജഫൗ തത്പുത്രപൗത്രനതॄണാം അനുവർത്തം തദനന്തരം. പ്രിയവ്രത ഉത്താനപാദൗ മഹൗജഫൗ മനുപുത്രൗ തത്പുത്രപൗത്ര നതॄണാം അനുവർത്തം തത് അനന്തരം. പ്രത്യേകിച്ച് അന്വയിക്കേണ്ട അങ്ങനെ തന്നെ എഴുതാനേ ഉള്ളൂ. പ്രിയവ്രതോത്ഥാനപാദൗ മനുപുത്രൗ മഹൗജഫൗ തത്പുത്രപൗത്രനതॄണാം അനുവർത്തം തദനന്തരം. പ്രിയവ്രതോത്ഥാനപാദൗ മനുപുത്രൗ മഹൗജഫൗ തത്പുത്രപൗത്രനതॄണാം അനുവർത്തം തദനന്തരം. ദേവഹൂതിമദാത്താതം കർദമായാത്മജം മനു തത് സംബന്ധിശ്രുതപ്രായം ഭവതാ ഗതതോ മമാം. ദേവഹൂതിം അതാത്, ദേവഹൂതിയെ കൊടുത്തു. ഹേ താത, അല്ലയോ കുഞ്ഞ് എന്ന് വിതുരരെ വിളിച്ചാണ്. വത്സ സംബോധനയാണ്. ദേവഹൂതിം അതാത് താത, താതൻ എന്നുള്ള പിതാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, കുഞ്ഞ്, കുട്ടി, വത്സൻ, എടു എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ദേവഹൂതിം അതാത് താത കർദമായ ആത്മജാം മനു. ആത്മജയായ ദേവഹൂതിയെ കർദമനായിക്കൊണ്ട് വൈവസ്വതമനു വിവാഹം കഴിച്ചു കൊടുത്തു. തത് സംബന്ധി ശ്രുതപ്രായം. ആ സംബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടതാണല്ലോ. ഭവതാ ഗതതോ മമ, അങ്ങ് എന്നോട് പറഞ്ഞതുമാണല്ലോ. അതുകൊണ്ടാണ് ശ്രുതപ്രായം, കേട്ടതാണെന്ന്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു. കർദമൻ്റെയും ഈ ദേവഹൂതിയുടെയും വിവാഹം, അതിൽ കപിലാവതാരം ഒക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ആ വിഷയം പറയാൻ പോകുന്നില്ല എന്ന്. ദേവഹൂതി മദാത്താതാകർദമായാത്മജമ്മനു തത് സംബന്ധിശ്രുതപ്രായം ഭവതാഗതോ മമാം. ഹേ വത്സ, കർദമായ ആത്മജാം ദേവഹൂതിം മനുഹു അദാത് തത് സംബന്ധി ഭവതാ ഗതതോ മമ ശ്രുതപ്രായം. ദേവഹൂതിമദാത്താതാകൃതമായാത്മജം മനു തത് സംബന്ധിശ്രുതപ്രായം ഭവതാ ഗതതോ മമ. ദേവഹൂതിമദാത്താതാകൃതമായാത്മജം മനു തത് സംബന്ധിശ്രുതപ്രായം ഭവതാ ഗതതോ മമാം. ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതിം ഭഗവൻ മനു പ്രായച്ഛത് യത്കൃത സ്വർഗസ്ത്രിലോക്യം വിതതോ മഹാൻ. ബ്രഹ്മപുത്രായ ദക്ഷായ, ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനായിക്കൊണ്ട് പ്രസൂതിയെ ഭഗവാൻ മനുഹു പ്രായച്ഛത്. ബാഹൂതി, ദേവഹൂതി, ഇനിയും പ്രസൂതിയുള്ളൂ, മൂന്നാമത്തെ മകൾ. അവളെ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷന് വിവാഹം കഴിച്ചു കൊടുത്തു മനു. തത്കൃത, അവരാൽ ചെയ്യപ്പെട്ട സർഗ, സൃഷ്ടി, ത്രിലോക്യാം, മൂന്ന് ലോകത്തിലും, വിതത, വിസ്തൃതമാണ്, മഹാൻ, മഹത്താണ്. ഭഗവാൻ ആയ മനു പ്രസൂതിയെ ബ്രഹ്മപുത്രനായ ദക്ഷന് വിവാഹം കഴിച്ചു കൊടുത്തു. അവരിലുണ്ടായ 13ഓളം പുത്രന്മാർ, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവരിൽ കൂടി സൃഷ്ടിക്രമം വളർന്നു വലുതായി. അധികം പ്രസവിക്കാനുള്ള യോഗ്യതയുള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് പ്രസൂതി എന്ന് പേര് വന്നത്. പ്രകർഷേണ ഫൂതി, ഫൂതി എന്ന് വെച്ചാൽ പ്രസവിക്കലാണ്. ഇഷ്ടം പോലെ ധാരാളം പ്രസവിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഈ ഒരു മകൾക്ക് മാത്രം പ്രസൂതി എന്ന് പേര് കൊടുത്തായിരിക്കും. ബാക്കി ആർക്കും ഇത്രയും മക്കളില്ല. ആ പേര് അന്വർത്ഥമാകത്തക്ക മട്ടിലെ ഇഷ്ടംപോലെ സന്താന പരമ്പരകളെ സൃഷ്ടിച്ചു.
ആ സന്തതി പരമ്പരകളുടെ വിസ്തരിച്ചുള്ള ചരിത്രവും ഇനി പറയാൻ പോകുന്നു. ദക്ഷായ ബ്രഹ്മപത്രായ പ്രസൂതിം ഭഗവാൻ മനു പ്രായച്ഛത് യത്കൃത സർഗഃ ത്രിലോക്യം വിതതോ മഹാൻ. ബ്രഹ്മപുത്രായ ദക്ഷായ ഭഗവൻ മനുഃ പ്രസൂതിം പ്രായച്ഛത് യത്കൃതഃ മഹാൻ സർഗഃ ത്രിലോക്യം വിതതഃ. ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതിം ഭഗവൻ മനു പ്രായച്ഛത് യത്കൃതഃ സർഗഃ ത്രിലോക്യം വിതതോ മഹാൻ. ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതിം ഭഗവൻ മനു പ്രായച്ഛത് യത്കൃതഃ സർഗഃ ത്രിലോക്യം വിതതോ മഹാൻ. യാ കർദമുഫതാ പ്രോക്താഃ നവ ബ്രഹ്മർഷിപത്നയാം താസാം പ്രസൂതി പ്രസവം പ്രോച്യമാനം നിബോധമേ. യാഹ യാതൊരുവളാണോ കർദമുഫതാഹ കർദമൻ്റെ പുത്രിമാർ, 9 പേര് കർദമനുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞതാണ്. അവരെ സപ്തർഷിമാരായ ഋഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു നമുക്ക് നേരത്തെ വന്നാണ്. പ്രോക്താഹ ഇത് പറയപ്പെട്ടു. നവ ബ്രഹ്മർഷിപത്നയ അവരെ 9 ബ്രഹ്മർഷിമാരുടെ പത്നിമാരായി തീർന്നു എന്ന് നേരത്തെ പറഞ്ഞാണ്. പ്രോക്താഹ താസാം പ്രസൂതി പ്രഭവം ആ പ്രസൂതിയുടെ മക്കളെ പ്രോച്യമാനം ഞാൻ പറയാൻ പോകുന്നു. നിബോധ മേ ഞാൻ അന്ന് ഇവരുടെ പേര് പറഞ്ഞില്ലല്ലോ. കർദമന് 9 പെൺമക്കളുണ്ടായി എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് 9 ഋഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി ഞാൻ അവരുടെ പേരുകൾ അനുക്രമമായി സൂചിപ്പിച്ച് പറയാൻ പോകാണ്. താഴോട്ട് പല ശ്ലോകങ്ങളായിട്ട് പറയുന്നത് ഒന്നിച്ച് ഒറ്റവാക്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം. കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭൂ, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി. ഇതാണ് 9 പേരുടെ പേര്. കർദമൻ്റെ 9 പുത്രിമാർ. ഒന്ന് കല, പിന്നൊന്ന് അനസൂയ, പിന്നൊന്ന് ശ്രദ്ധ, പിന്നൊന്ന് ഹവിർഭൂ, പിന്നത്തെ ഗതി, പിന്നെ ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി. ഇവരെ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അഥർവാവ് എന്ന് 9 ഋഷിമാർക്ക് അനുക്രമം വിവാഹം കഴിച്ചു കൊടുത്തു. 8 പേർ ബ്രഹ്മപുത്രന്മാരാണ്. 9ാമത്തെ അഥർവാവ് വേദമറിയുന്ന ഒരു മുനിയാണ്. ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള പുത്രനല്ല. അതുകൊണ്ട് 9 പേരും ബ്രഹ്മർഷികളാണ്. സന്താനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇവരിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഇനി ഇവരുടെ വംശത്തെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് നിബോധമേ എന്നോട് കേട്ടോളൂ. അപ്പം ഇവരുടെ പേരൊക്കെ വിസ്തരിച്ച് പറയാൻ പോകുന്നുണ്ട്, കേട്ടോളൂ. അത് യാ കർദം സുതാ പ്രോക്താ നവ ബ്രഹ്മർഷിപത്നയാം താസാം പ്രസൂതി പ്രഭവം വോച്യമാനം നിബോധമേ. ബ്രഹ്മർഷിപത്നയഃ യാഃ കർദമുഫതാഃ നവ പ്രോക്താഃ വോച്യമാനം താസാം പ്രസൂതി പ്രഭവം മേ നിബോധ. യാ കർദമുഫതാ പ്രോക്താ നവ ബ്രഹ്മർഷിപത്നയാം താസാം പ്രസൂതി പ്രഭവം വോച്യമാനം നിബോധമേ. യാ കർദമുഫതാ പ്രോക്താഃ നവ ബ്രഹ്മർഷിപത്നയാം താസാം പ്രസൂതി പ്രഭവം പ്രോച്യമാനം നിബോധമേ. പത്നി മരീചേസ്തു കലാസുഷുവേ കർദമാത്മജ കശ്യപം പൂർണിമാനം ച യയോരാപൂരിതം ജഗത്. മരീചേഹ പത്നി, മരീചിയുടെ പത്നി ആകട്ടെ കല. അവളുടെ പേര് കല എന്നാണ്. സുഷുവെ പ്രസവിച്ചു. കർദമ ആത്മജ കർദമൻ്റെ പുത്രിയായ ഈ കല പ്രസവിച്ചു. കശ്യപം പൂർണിമാനം കശ്യപൻ എന്ന മഹർഷിയെ, പൂർണിമാൻ എന്ന മഹർഷിയെയും സുഷുവെ പ്രസവിച്ചു. യയോഹു ആപൂരിതം ജഗത്
അവരുടെ വംശവിസ്താരത്താൽ ഈ ലോകം നിറയപ്പെട്ടു. യയോഹു ആപൂരിതം ജഗത്. ഇവർ രണ്ടുപേരുടെ, കശ്യപന്റെയും പൂർണിമന്റെയും സന്താന പരമ്പരകൾ കൊണ്ട് ഭൂമി നിറഞ്ഞു. ബ്രഹ്മപുത്രന്മാരിൽ ജ്യേഷ്ഠനായ മരീചിയുടെ വംശത്തെക്കുറിച്ചാണ് പറയുമ്പോൾ അത് കർജമ പ്രജാപതിയുടെ ജ്യേഷ്ഠപുത്രിയും മരീചിയുടെ ധർമ്മപത്നിയുമായ കലകശ്യപനെയും പൂർണിമാവിനെയും പ്രസവിച്ചു. അവരുടെ വംശപരമ്പര കൊണ്ട് ലോകം നിറഞ്ഞു. പത്നി മരീചസ്തു കലാഫുഷുവേകർദ്ദമാത്മജാം കശ്യപം പൂർണിമാനം ച യയോരാപൂരിതം ജഗത്. പത്നി മരീചേസ്തു കലാഫുഷുവേകർദ്ദമാത്മജാം കശ്യപം പൂർണിമാനം ച യയോരാപൂരിതം ജഗത്. മരീചേഹ പത്നി കർദ്ദമാത്മജാം കലാതു കശ്യപം പൂർണിമാനം ച ഉഷുവേ യയോഹോ ജഗത്ത് ആപൂരിതം. പത്നി മരീചേസ്തു കലാഫുഷുവേകർദ്ദമാത്മജാം കശ്യപം പൂർണിമാനം ച യയോരാപൂരിതം ജഗത്. പൂർണിമാഭൂതവിരജം വിശ്വകം ച പരന്തപാം ദേവകുല്യാം ഹരേ പാദശൗചാത് യാഭോത് ഫരിദ്ദിവാം. പൂർണിമ അഫൂത, അതിലെ പൂർണിമാവ് എന്ന് അവൾ അഫൂത പ്രസവിച്ചു. വിരജം വിശ്വകം ച പരന്തപ. വിശ്വകനെന്നും വിരജനെന്നും രണ്ടുപേരെ പ്രസവിച്ചു. ദേവകുല്യാം, ദേവകുല്യെയും അഫൂത പ്രസവിച്ചു. വിരജൻ വിശ്വകൻ ദേവകുല്യ. ഹരേഹ പാദശൗചാത്, സാക്ഷാൽ ശ്രീഹരിയുടെ പാദം കഴുകിയതുകൊണ്ട് ഇവർ ദിവഹ ഫരിത്ത് അഭൂത്, സ്വർഗത്തിൻ്റെ ഫരിത്തായിട്ട് ഭവിച്ചു. ഫരിത്ത് നദിയിൽ. പൂർണിമാവിന് വിരജൻ വിശ്വകൻ എന്ന് രണ്ട് പുത്രന്മാർ, ദേവകുല്യ എന്നൊരു പുത്രി ഉണ്ടായി. ഭഗവാന്റെ പാദം കഴുകി അതിൽ നിന്നുണ്ടായ ഗംഗാനദിയുടെ അംശമാണ് ദേവകുല്യ. അതുകൊണ്ടാണ് അവൾക്ക് ആ പേര് തന്നെ വരാൻ കാരണം. ഇനി കശ്യപന്റെ വംശത്തെക്കുറിച്ചും അതിൽ ധർമ്മത്തിനും അധർമ്മത്തിനും കാരണമായി വന്ന പല സംഭവകഥകളും, കേവലമായ ധർമ്മത്തെ മാത്രം ആശ്രയിക്കുന്ന സംഭവകഥകളും 6-ാം സ്കന്ധത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പോൾ ഈ വംശപരമ്പരയെക്കുറിച്ച് മാത്രമേ താനോട് പറയുന്നുള്ളൂ. പൂർണിമാഭൂതവിരജം വിശ്വകം ച പരന്തവാം ദേവകുല്യം ഹരേ പാദശൗചാത് യാഭൂത് ഫരിദ്ദിവാം. ഹേ പരന്തവാം, പൂർണിമ വിരജം വിശ്വകം ച ദേവകുല്യം ച അഭൂത യാ ഹരേ പാദശൗചാത് ദിവഹ ഫരിത്ത് അഭൂത്. പൂർണിമാഭൂതവിരജം വിശ്വകം ച പരന്തപാം ദേവകുല്യം ഹരേ പാദശൗചാത് യാ അഭൂത് ഫരിദ്ദിവാം. പൂർണിമാഭൂതവിരജം വിശ്വകം ച പരന്തപാം ദേവകുല്യം ഹരേ പാദശൗചാത് യാ അഭൂത് ഫരിദ്ദിവാം. അത്രേ പത്ന്യനസൂയാം സ്ത്രീം ജജ്ഞേ ഭൂയശഫസ്ഫുതാൻ ദത്തം ദുർവാസം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ. അത്രേഹ പത്നി, അടുത്ത മഹർഷിയായ സപ്തർഷിമാരുടെ ആളായ അത്തയുടെ പുത്രി അനസൂയ. ഭൂയശഫ പത്നി അനസൂയ ത്രീൻ ജജ്ഞെ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഭൂയശഫ ഫുതാൻ, നല്ല ശോഭനമായ യശസ്സോടു കൂടിയ പുത്രന്മാരെ ജനിപ്പിച്ചു. അവരെ ആത്മേശ ബ്രഹ്മസംഭവന്മാരാണ്. ആത്മാവ്, ഈശൻ, ബ്രഹ്മാവ് ഇവരുടെ അംശത്തിൽ നിന്നുണ്ടായവരായ ഈ 3 പേരെ അവർ ജനിപ്പിച്ചു. ഒന്ന് ദത്താത്രേയൻ, ദത്തൻ എന്ന മഹർഷി, ദുർവാസാവ്, സോമൻ അല്ലെങ്കിൽ ചന്ദ്രൻ. ഈ 3 പേരെ, ദത്തം, ദുർവാസം, സോമം, 3 പേരെ ആത്മേശ ബ്രഹ്മ സംഭവാൻ
ആത്മ, ഈശ, ബ്രഹ്മ സംഭവന്മാരായ 3 പേരെയും ജനിപ്പിച്ചു. അത്രേ പത്ന്യനഭൂയാതേൻ ജജ്ഞേ ഭൂയശഫുതാൻ ദത്തം ദുർവാഫം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ. അത്രേഹ പത്നി അനസൂയ ഭൂയശഫ ആത്മേശ ബ്രഹ്മസംഭവാൻ ത്രീൻ സുതാൻ ജജ്ഞേ. അത്രേ പത്ന്യനസൂയാം ത്രീൻ ജജ്ഞേ ഭൂയശഫുതാൻ ദത്തം ദുർവാഫം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ. അത്രേ പത്ന്യനസൂയാതേൻ ജജ്ഞേ ഭൂയശഫുതാൻ ദത്തം ദുർവാഫം സോമം ആത്മേശ ബ്രഹ്മസംഭവാൻ. ഇങ്ങനെ ഈ 3 പേരുടെയും 3 പെൺമക്കളുടെ ജീവചരിത്രം ചുരുക്കി പറഞ്ഞിട്ട് അപ്പോൾ വിതുരൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്, ദേവന്മാരിലെ ഉത്കൃഷ്ടരായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും അത്രിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചതിൽ എന്തോ ഒരു മഹത്തായ ആവശ്യമുണ്ടായിട്ടുണ്ടോ, അത് ഒന്ന് പറഞ്ഞു തരൂ എന്ന് കൂടുതൽ കഥ പറയാൻ വേണ്ടി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ സമയം ആയതുകൊണ്ട് നമുക്ക് അവിടെ ഉപസംഹരിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതിൽ സംശയമുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.